ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ അതാ ഞങ്ങൾ ഷോപ്പിലേക്ക് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. വാവ മാർക്ക സൂപ്പർ സൂപ്പർ. ഹായ് ഗൈസ്. അപ്പോൾ അസ്മിക്കുട്ടൻ്റെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാ വാവാ വാടി വാവന്ന് പോട്ടോ. സങ്കടം ചെറുതായിട്ട് സങ്കടം. പക്ഷെ അവളോട് അധികം നിർത്തിയാൽ ശരിയാവില്ല. ഞാൻ വണ്ടിക്കാണ്. എന്താ വെച്ചാൽ നാളെ എക്സാം ഉണ്ട്. അപ്പോൾ പിന്നെ വേറെന്താ? അപ്പം ഞാൻ എന്താ കാണുക വാവ കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നേരം നിൽക്കാൻ വന്നത്. മെയിലാണ് വാവ നിൽക്കാൻ വന്നത്. ഇപ്പോൾ ഒരു കൊല്ലാവാറാണ്. പിന്നെ എപ്പോഴാണ് വരുന്നത് കേട്ടോ. ഇനി ഇതുപോലെ വരുമോ? അപ്പം പോവാ. പിന്നെ കടയിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അസ്മിക്കുട്ട ഇറങ്ങി കേട്ടോ. സമയം ആയി തുടങ്ങി. എന്താ 10 മണി ആയിട്ടന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ അത്താഴത്തിന് വേണ്ടിയിട്ട് മുന്നേ ഒന്ന് ഉറങ്ങി. അപ്പോൾ പോവാ. ഓക്കെ ബൈ. അപ്പോൾ അതാ വാവക്ക് പോണേനുള്ള സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും പോയല്ലേ പറ്റൂ. പിന്നെ ഇത്താത്ത അളിയനെ വിളിക്കാൻ വരും കേട്ടോ വൈകിട്ട് അവളെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാവൊക്കെ പോയി. പിന്നെ ഇതാ അസ്മിക്കുട്ടൻ സ്കൂളൊക്കെ വിട്ട് വന്ന് ഓനും ഓൻ്റെ കൂട്ടുകാരനും കേട്ടോ. ഒരു രണ്ടാളും നല്ല സൈക്കിൾമേലാണ് കളി. പിന്നെ അത് കൂട്ടുകാരൻ്റെ സൈക്കിളാണ് കേട്ടോ. മോൻ്റെത് പിന്നെ ഞാൻ കൊണ്ടുവരാറില്ല. അപ്പോൾ അതാ നല്ല സന്തോഷമായിട്ടൊക്കെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. പക്ഷേ ആ സന്തോഷം അധികം ഉണ്ടായില്ല എന്ന് മാത്രം കേട്ടോ. അവരെ കൂട്ടത്തിൽ ഇതാ ഷെർസി സൈക്കിൾ ഓടിക്കാനുണ്ട് കേട്ടോ. ചില സമയത്ത് വേറെയും കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഇവർ 3 കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു വന്നത് അസ്മിക്കുട്ടന് സൈക്കിൾമേന്ന് വീണു. പിന്നെ അർഷു പണിക്ക് പോയ കാരണം എനിക്ക് വണ്ടിയൊന്നും കിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് വണ്ടിയൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചു. ഞങ്ങളിതാ നാറമ്പിൽക്കാണ് കേട്ടോ പോയത്. ആദ്യം ഞാൻ ചെറിയ മുറിയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുറി ഉമ്മെന്ന് ചോര വരുന്നത്. അപ്പോൾ കുറച്ച് വലുതാണെന്ന് തോന്നി. അപ്പോൾ ഞാനിതാ നാറമ്പിൽക്ക് കൊണ്ടുപോയി. അപ്പോൾ അതേ കണ്ട മുറി ഇത്രത്തോളം വലിപ്പമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പെരുന്നാളാണ്. അപ്പോൾ അതാണ് ഒരു സങ്കടമായിട്ട് വന്നത്. അങ്ങനെ പിന്നെ അതാ ടി ടി എടുക്കണം എന്ന് പറഞ്ഞാൽ അവൾക്ക് ടി ടി എന്നാ എടുത്തതെന്ന് അറിയില്ല. അപ്പോൾ ഇനി ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ടി ടി എടുത്തു. അപ്പം ഇനി അവർ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് ആൾ നല്ല കരച്ചിലായിരുന്നു വേദന കൊണ്ട്. എന്താ പരിപാടി? അപ്പം കാണാം എന്താട്ടോ. അപ്പം സുഖമായില്ലേ? ഹായ്. അപ്പോൾ അതാ ഞാൻ ഇന്ന് ഒരു 6 മണി ആയപ്പോൾ തന്നെ ഷോപ്പിലേക്ക് പോയിട്ടോ. പിന്നെ ഇന്നലെ അസ്മിനറ്റ് പോയി വന്ന് നോക്കുമ്പോഴത്തേനും മരുവ് വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നത്. പിന്നെ ഒക്കെ ഷോപ്പിൽ ഇരിക്കാനൊന്നും നേരം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ പോന്നു. ചിലപ്പം ഞാൻ അഥവാ നാളത്തെ പെരുന്നാളാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ബസ് കഴുകുകയാണ് കേട്ടോ. അവർക്ക് 6:45 7 മണിക്കൊക്കെ ട്രിപ്പ് തുടങ്ങാം. അങ്ങനെ അതാ ഞാൻ ഷോപ്പിലെത്തി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സലാമിൻ്റെ കടയിൽ നിന്നൊരു നൈറ്റ് മാക്സി എടുത്ത് കാണിച്ചിരുന്നു. അപ്പോൾ അതെ ഞാൻ ആ മാക്സി എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് അതിട്ടൊരു ടോപ്പ് തയ്ക്കാം. അപ്പോൾ അത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എങ്ങനെയെന്ന്. ഫൈനലി ഇത് നമ്മളുടെ നൈറ്റി കൊണ്ടുള്ള ടോപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ല. ഇതിൻ്റെ ഈ കളറാണ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല ഗ്രീന് കളറുമേ ചന്ദന കളറും പിന്നെ മഞ്ഞ റെഡ് ചുവപ്പ് അങ്ങനെ 3 കളറിൽ ഡോട്ടുകൾ വന്നിട്ടുണ്ട്. ഡോട്ടല്ല ഒരു പൂവിൻ്റെ പ്രിൻ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാ എങ്ങനെ മാറ്റം വരുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ഞാൻ ഫ്രിൽസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ? അപ്പോൾ അത് താഴത്തേക്ക് ഞാൻ ഫ്രിൽസാണ് കൊടുത്തിട്ടുണ്ട്. ഇത് ദിക്കുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ട് മാക്സി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത് കണ്ടോ അങ്ങനെ ഫ്രിൽസ് കൊടുത്തപ്പോൾ ഒത്തിരി ട്രെൻഡിങ് ആയിട്ട്. ഇത് വേണമെങ്കിൽ ഈ യോക്കിൻ്റെ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത് കേട്ടോ. പാടാ. അപ്പോൾ അതെ ഞാൻ ഷോപ്പിൽ നിന്ന് വന്ന പാട് ഹസ്ബൻഡ് നീറ്റിക്കണം കേട്ടോ. അപ്പോൾ നീറ്റ് ചായ ഒക്കെ കൊടുത്തു. പിന്നെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വിചാരിക്കുകയാണ്. ഇനി 2 ദിവസം സ്കൂളിൽ ലീവല്ലേ. അപ്പോൾ ഇന്ന് പറഞ്ഞേക്കാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:30 ആയി. ഞാനൊരു 8:30 ആയപ്പോൾ കടയിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ പോവാം. ഓക്കെ താങ്ക് യു. അതും ഈ കാല് കൊണ്ട് അതാ കാല് എന്തായാലും കാലുണ്ട് അതിൽ മുറിയുണ്ട് വെച്ചിട്ട് പറഞ്ഞേക്കാതെ വെക്കണ്ടല്ലോ വെച്ചിട്ടാണ്. ഓക്കെ സെറ്റ്.
അപ്പോൾ എന്തായാലും നമ്മൾ നോമ്പൊക്കെ പറഞ്ഞതിന് ശേഷം അതാ ഒരു 7:30 കഴിഞ്ഞപ്പോൾ നാളെ തന്നെയാണ് പെരുന്നാളെന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഷോപ്പിലേക്ക് പോന്നു കേട്ടോ. അസ്മിക്കുട്ടനക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അസ്മിനെ അവിടെ ഇരുത്തി. അതിനതാ അതിൻ്റെ ഇടയിൽ എനിക്ക് അർഷു മുടിമിടാൻ 3 ക്രാബ് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ ഇതിങ്ങനെ തരുന്ന കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞാൻ ഒന്നാണ് പറഞ്ഞത്, പക്ഷേ പകരക്ക് 3 കൊണ്ടുവന്നത്. പിന്നെ അതാ ചെക്കന്മാർ നല്ല പടക്കം പൊട്ടിക്കലിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ വിശന്നപ്പോൾ റോബസ്റ്റ് പഴം വാങ്ങി കഴിച്ച്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈദ് മുബാറക്ക്.